അമൃതേച്ചി ഒരു കുറ്റവും ചെയ്തിട്ടില്ല. അത് നിങ്ങൾ പറഞ്ഞാ പോരല്ലോ. പിന്നെ സാറാണോ അത് സ്വയം അങ്ങ് തീരുമാനിക്കുന്നത്? തീരുമാനിച്ചതും പറഞ്ഞതും ചെയ്തതും ഒന്നും ഞാനല്ല, നിങ്ങളുടെ ചേച്ചി തന്നെ. സ്വന്തം അച്ഛനെ കൊന്ന കുറ്റം അമൃത സമ്മതിച്ചു. ചന്ദ്രസേനെ കൊല്ലാൻ പദ്ധതിയിട്ടതും അതിനുവേണ്ടി അനന്തകൃഷ്ണനെ ഏർപ്പാടാക്കിയതും അമൃത തന്നെയായിരുന്നു. ഇല്ല, ഞങ്ങളുടെ ചേച്ചി ഒരിക്കലും അത് ചെയ്യില്ല. അത് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. അതിനിത് ഞാൻ പറഞ്ഞതല്ല, അമൃത സ്വയം സമ്മതിച്ചതാ. ഞങ്ങള് ജീവന് തുല്യം സ്നേഹിക്കുന്ന ഒരാളാണ് അമൃതേച്ചി. ഞങ്ങള് മറന്നിട്ട് ഒരു കാര്യവും ഒരു കാലത്തും അമൃതേച്ചി ചെയ്യില്ല. അമൃത ഈ കൊടും ക്രൂരത ചെയ്തതും നിങ്ങൾക്കൊക്കെ വേണ്ടി തന്നെയാ. ഏതൊരു ക്രൈമിനും പിന്നിൽ ഒരു മോട്ടീവ് ഉണ്ടാവും. എന്നുവെച്ചാ കുറ്റവാളി ആ കുറ്റകൃത്യം ചെയ്യാനുള്ള കാരണം. അത് കണ്ടെത്താനായാൽ ഏത് കുറ്റകൃത്യവും തെളിയിക്കാൻ എളുപ്പമാ. അമൃതയുടെ കാര്യത്തിലും സ്വന്തം അച്ഛന്റെ കൊലപാതകത്തിലുള്ള മോട്ടീവ് ഞങ്ങൾക്ക് വ്യക്തമായി കഴിഞ്ഞു. സാർ എന്താ പറഞ്ഞു വരുന്നേ? അമൃതേച്ചിക്ക് ഞങ്ങളുടെ അച്ഛനെ കൊല്ലാൻ എന്ത് മോട്ടീവാ ഉണ്ടായിരുന്നത്? അതൊക്കെ പറയേണ്ടത് ഞാൻ പറഞ്ഞോളാം. അമൃതേച്ചി ഒരു ഉറുമ്പിനും പോലും നോവിക്കാത്ത പാവമാണ് സർ. അങ്ങനെയുള്ള ഒരാൾക്ക് എങ്ങനെ സ്വന്തം അച്ഛനെ കൊല്ലാൻ കഴിയും? അത് ചെയ്തിട്ട് ചേച്ചിക്ക് എന്ത് കിട്ടാനാ? അത് പോയിന്റ്. ആ ചോദ്യത്തിന് ഉത്തരം ഞാൻ പറഞ്ഞുതരാം. ആരാധ്യയുടെ പോലീസ് ജോലി ചന്ദ്രസേന നഷ്ടപ്പെടുത്തിയുള്ള ദേഷ്യമാ പ്രധാനമായും പ്രതിയെ കൊണ്ട് ചെയ്യിച്ചത്. ഇല്ല, ചേച്ചി അങ്ങനെ ഒരു കാര്യം ചെയ്യില്ല. പാവ അമൃതേച്ചിയെ തല്ലി ചതച്ച് ഇതൊക്കെ സമ്മതിപ്പിച്ചതാ നിങ്ങള്. പോലീസുകാരെ നിങ്ങൾ വല്ലാതെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ തല്ലിയും ശാരീരികമായി ഉപദ്രവിച്ചും കുറ്റം തെളിച്ചിരുന്ന കാലമൊക്കെ പണ്ടേ കഴിഞ്ഞു. ഞങ്ങൾ പ്രതിയുടെ ദേഹത്ത് തൊട്ടിട്ട് പോലും ഇല്ലെന്ന് അവരെ കാണുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഞങ്ങൾ വളരെ ശാസ്ത്രീയമായ അമൃതയെ ചോദ്യം ചെയ്തത്. പ്രതികളെ രണ്ടുപേരെയും നാളെ കോടതി ഹാജരാക്കും. അവിടെ നിന്ന് നിങ്ങൾക്ക് ജാമ്യം എടുക്കാൻ ശ്രമിക്കാം. പക്ഷെ മരിച്ച ചന്ദ്രസേന്റെ ബോഡി പോലും ഇനിയും കണ്ടെത്താത്ത സ്ഥിതിക്ക് രണ്ടുപേരെയും കസ്റ്റഡി വാങ്ങാൻ തന്നെ ഞങ്ങൾ ശ്രമിക്കും. നടക്കാത്ത കൊലപാതകത്തിന് എങ്ങനെ ബോഡി കണ്ടുപിടിക്കും സർ? അതൊക്കെയല്ലേ പോലീസിന്റെ പണി. വളരെ കൊതിയോടെ പോലീസ് യൂണിഫോം അണിയുന്ന ദിവസം കാത്തിരുന്നതാ ഞാൻ. ഇപ്പൊ അതൊരു തെറ്റായ തീരുമാനമായി പോയെന്ന് വരെ എനിക്ക് തോന്നുന്നുണ്ട്. ഞങ്ങൾക്ക് ചേച്ചി ഒന്ന് കാണണം. പിന്നെന്താ, കാണാലോ. ഞാൻ പറഞ്ഞത് വിശ്വാസമായില്ലെങ്കിൽ ചേച്ചിയോട് നേരിട്ട് ചോദിക്കുകയും ചെയ്യാം. സാർ, നമ്മുടെ ചന്ദ്രസേനൻ വധക്കേസ് പ്രതി അമൃതയുടെ അനുജത്തിമാരാ. ഒന്ന് കൊണ്ടുപോയി കാണിച്ചേക്ക്. ശരി സാർ, വരൂ. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഫെബ്രുവരി 15 ശനിയാഴ്ച ആരംഭിക്കുന്നു. ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.